ഗംഭീരം മൂവി. സർവൈവൽ വളരെ ക്ലിയർ ആയിട്ടൊരു സർവൈവൽ ത്രില്ലറായിട്ട് ഒരു പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും എൻഗേജ് ആവും. എല്ലാ ഫാക്ടറും ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൻ സ്പീഡിലും വളരെ പേസിലാണ് പോകുന്നത്. അത് ശരി എൻഡ് വരെ അത് കീപ്പ് ചെയ്യുന്നു. നല്ല പടം, സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണാം. അത് മാത്രമേ പറയാനുള്ളൂ. OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടോ. കാരണം OTT നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും തിയേറ്ററിൽ വന്ന് കണ്ടില്ലെങ്കിൽ. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. എല്ലാവരും ശ്രീനാഥ് ബാസി സൗബിനൊക്കെ ഗംഭീരം. ചിദംബരത്തിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും ഷായിജോട്ടൻ്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ആർട്ടാണെങ്കിലും എല്ലാത്തിനും 100-ൽ 100 കൊടുക്കാം. അസലായിട്ടുണ്ട്. ഇല്ല, ഒരു ലാഗിങ് ഇല്ല. കൊടൈക്കനാൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് പറക്കുന്ന പോലെ ഓരോ ഇങ്ങനെ നിൽക്കും. നമ്മളെന്താ മുൾമുനയിൽ നിർത്തുന്ന ഒത്തിരി ഷോട്ട്സുകളുണ്ട്. അടിപൊളിയാണ്. മസ്റ്റായിട്ട് വന്ന് കാണാം കേട്ടോ. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. അടിപൊളി ഫിലിം. ചേച്ചി പറഞ്ഞ പോലെ തന്നെയാണ്. കൊടൈക്കനാൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സിനിമ എന്താണെന്ന് തന്നെ പറയാൻ പറ്റില്ല. നമ്മുടെ അവസ്ഥയ്ക്ക് ഭയങ്കര ഇതായിപ്പോയി. എന്താണ് പറയണമെന്ന് പറയാൻ പറ്റില്ല. നല്ല ഫിലിം. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. കാരണം ഇത് തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണണം. കാരണം അതിൻ്റെ മേക്കിംഗ് അടിപൊളിയാണ്. പിന്നെ ക്യാമറ, ഛായാഗ്രഹണം ഒക്കെ അടിപൊളി, നല്ല നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ഡയറക്ഷൻ ഒന്നും പറയാനില്ല, അടിപൊളി. നല്ല പടം, എക്സലന്റ് മൂവിയാണ്. നല്ല പടമാണ്. എൻഗേജ് ചെയ്യാനുള്ള എല്ലാ ഫാക്ടേഴ്സും ഉണ്ട്. പ്രത്യേകിച്ച് വേറെ പീരീഡിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കലും ആ ഒരു റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവീസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മേക്കിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ മേക്കിംഗ് ഇതിൻ്റെ ഒരു വലിയൊരു എലമെൻ്റാണ്. മേക്കിംഗ് ഉറപ്പായിട്ടും ചർച്ച ചെയ്യുന്നൊരു മൂവി ആയിരിക്കും അത്. എനിക്ക് പേഴ്സണലി ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അറിയിക്കുന്നേ ഇല്ല. പിന്നെ പെർഫോമൻസ് വൈസ് ആണെങ്കിൽ ആ ഒരു ഓൾ ടീം ഒരുപോലെ നിന്ന ടീം. ക്യാരക്ടേഴ്സ് വൈസ് ചില ക്യാരക്ടേഴ്സ് പ്രോമിനൻസ് ഉണ്ട്. പക്ഷേ ആ ഓൾ ടുഗദർ ആ ടീം എൻറ്റയർലി ഒരുമിച്ച് ചെയ്യുന്നൊരു വർക്കായിരുന്നത്. മേക്കിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം. അത് എക്സലന്റ് മേക്കിംഗ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും അടിപൊളി. നമുക്കൊരു സിനിമ കാണുന്ന പോലെ ഫീൽ ചെയ്യില്ല. തീർച്ചയായിട്ടും ആയിരിക്കും. താങ്ക് യു. ഒരു മിനിറ്റ്. അല്ല, നല്ല പടം. കേൾക്കണില്ല. തിയേറ്റർ എക്സ്പീരിയൻസ്. അതെ. അതിന് വെച്ചാൽ പെർഫോമൻസ് എല്ലാം നല്ലതാണ്. തിയേറ്ററിൽ കാണുന്ന ഉദ്ദേശിച്ച് അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നല്ലതാണ്. എല്ലാം കൊണ്ടും നല്ലത്. അങ്ങനെ തോന്നിയില്ല. നമുക്ക് എപ്പോഴും ഹൈ മൂവ്മെൻറ്റ്സ് ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ലാഗൊന്നും തോന്നിയില്ല. സൂപ്പറായി. നല്ല സിനിമ, അടിപൊളി പടം. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫുൾ മഞ്ഞുമൽ ബോയ്സ് പൊളിച്ചിട്ടുണ്ട്. ക്യാമറ ആണെങ്കിലും എല്ലാവരുടെ പെർഫോമൻസ് ആണെങ്കിലും സ്റ്റോറിയും എല്ലാം നല്ല രസമുണ്ട്. ഇല്ല, എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പടം. മ്യൂസിക്കും കലക്കി. ഫുൾ പടം മൊത്തം ഒന്നും കുറച്ച് പറയാനില്ല, എല്ലാം അടിപൊളിയായിരുന്നു. താങ്ക് യു. നല്ല സിനിമയാണ്. നല്ല എൻഗേജിങ് ആണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കിടിലൻ പടം, ഒരു രക്ഷയില്ല. തുടക്കം തുടങ്ങിയ അന്യായ വൈബാണ് ഈ പടത്തിൽ. അതായത് ആദ്യം 40 മിനിറ്റ് ഈ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. അവിടെ തുടങ്ങിയ പരിപാടി, അതായത് ആ ഒരു 40 മിനിറ്റ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ അന്യായ വൈബിൽ തന്നെ നമുക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞൊരു ഫസ്റ്റ് ഹാഫ് ആവുന്ന സമയത്താണ് ഇത് സർവൈവൽ ട്രാക്കിനകത്തോട്ട് കയറുന്നത്. സെക്കൻഡ് ഹാഫ് ഫുള്ള് ഒരു സീറ്റഡ് സർവൈവൽ ത്രില്ലർ മോഡിലാണ് വന്നേക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത് സുഷിൻ ശ്യാമിൻ്റെ BGM ആണ്. അത് ഇവരെടുത്ത് വെച്ച സീൻസിൻ്റെ ഒപ്പം ചേർന്ന് പോയതാണ് സുഷിൻ ശ്യാമിൻ്റെ BGM. അതേപോലെ തന്നെ സിനിമോട്ടോഗ്രാഫി കിടിലനായിട്ടുണ്ട്. അതായത് ഷൈജു കാലത്താണ് ചെയ്തേക്കുന്നത്. കിടിലനായിട്ട് എടുത്തിട്ടുണ്ട്. കുറേ ഏരിയൽ ഷോട്ട്സ് ഒക്കെ ഉണ്ട് ഈ കൊടൈക്കനാലിൻ്റെ ഇതൊക്കെ കാണിക്കണം. പിന്നെ ഗുണ കേവിൻ്റെ ഒക്കെ ആർട്ട് വർക്കൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ശ്രീനാഥ് ബാസി തകർത്തിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷം ശ്രീനാഥ് ബാസിയുടെ ഒരു കിടിലൻ ക്യാരക്ടറും കിടിലൻ പെർഫോമൻസ് കാണാം. പുള്ളി കടന്നു പോകുന്ന കുറേ മാനസികാവസ്ഥയൊക്കെ ഉണ്ട്. അതൊക്കെ കിടിലനായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ സൗബിൻ അടിപൊളിയായിരുന്നു. പിന്നെ ഇവരുടെയൊക്കെ ഒരു കെമിസ്ട്രി കിടിലനായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ അഭിരാം, ദീപക് പറമ്പോൾ, പിന്നെ ബാലു വർഗീസ്, ലാലിൻ്റെ മോൻ്റെ കിടിലൻ ക്യാരക്ടറാണ്. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഈ ഡയറക്ടർ ഫസ്റ്റ് പടം ഒരു കോമഡി പടമുള്ള ഇതിനകത്തോടെ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതൊരു പക്കാ സർവൈവൽ ത്രില്ലർ മോഡലാണ്. പിന്നെ സുഷിൻ ശ്യാമിൻ്റെ BGM ഈ സിനിമ കൊടുത്തേക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അന്യായ ഇമ്പാക്റ്റാണ്. കാരണം അതുപോലെയാണ് പുള്ളിയുടെ സ്കോറിങ്. പിന്നെ 2 പാട്ടുകളെങ്കിലും ആ 2 പാട്ടും ബ്ലെൻഡ് ചെയ്തേക്കണമൊക്കെ കിട്ടിയില്ലാണ്. തുടക്കം തന്നെയാണ് കുതന്ത്രം പ്ലേസ് ചെയ്തേക്കണം. അടിപൊളിയായിട്ടുണ്ട്.
എന്തായാലും കിടിലം പടമാണ്, എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക.